വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. വീണ്ടും വരുവാനിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ പ്രിയ ദൈവജനമേ, നിങ്ങളെ എല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹവും വിടുതലിനും കാരണമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ട തിരുവചനത്തിൻ്റെ ആ ബാക്കിയായിട്ടാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മൾ ചെയ്യുന്നത്. ഈ വചന ശുശ്രൂഷയിലൂടെ വ്യക്തിപരമായി ദൈവമേ, നീ എന്നോട് സംസാരിക്കണമേ, എനിക്ക് അകത്തും പുറത്തും നീ സൗഖ്യവും വിടുതലും നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് കണ്ണുകളെ അടയ്ക്കാം. കർത്താവായ യേശുവേ, നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബർത്തിമീസിൻ്റെ ജീവിതത്തിൽ നീ അത്ഭുത ക്രിയ ചെയ്തതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും ക്രിയ ചെയ്യണമേ. ഞങ്ങളുടെ ശരീരത്തിന് സൗഖ്യം തരണമേ. അതിലുപരി ഞങ്ങളുടെ മനസ്സിൻ്റെ ആത്മാവിൻ്റെ മേഖലയിൽ അത്ഭുത വിടുതൽ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ഞങ്ങളെ പരിശ്രമശീലരാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ നിയന്ത്രണം മുഴുവൻ അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്ന ജീവിതങ്ങളെ ഇന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയിലൂടെ കടന്നു പോകുന്നവർക്ക് നീ വലിയൊരു ആശ്വാസം കൊടുക്കണമേ. അവരുടെ കണ്ണുനീരൊപ്പണമേ. കർത്താവേ, നീ തന്നെ നിന്റെ സൗഖ്യകരങ്ങളെ അവരുടെ മേൽ നീട്ടണമേ. പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. വിശ്വാസത്താൽ അവരുടെ ഉള്ളങ്ങൾ നിറയ്ക്കട്ടെ. നിരാശകൾ ദുഃഖങ്ങളെല്ലാം വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ
ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം പരിശ്രമശാലിക്ക് വിജയമുണ്ട് എന്നുള്ളതാണ്. പരിശ്രമശാലിക്ക് വിജയമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 49-ാമത്തെ തിരുവചനം. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. അപ്പൊ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, അവനെ വിളിക്കുക, അവനെ വിളിച്ചുകൊണ്ട് വരിക. ആരെ? ആ വഴിയറമ്പിലിരുന്ന് എന്നെ വിളിക്കുന്നവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ എന്ന് പറഞ്ഞു. യേശുവിൻ്റെ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്നിട്ട് അവനോട് പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഇത് നമ്മുടെ അടിവരയിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ഉറപ്പിക്കേണ്ടതാണ്. അന്ധനായിരുന്ന, ഭിക്ഷയെടുത്തിരുന്ന, വഴിയറമ്പിൽ തളർന്ന് തറയിൽ കുത്തിയിരിക്കുന്ന, വളരെ മ്ലേച്ഛമായ അവസ്ഥയിലിരിക്കുന്ന ഈ ബർത്തിമീസിനെ നോക്കി ശിഷ്യന്മാർ പറയുകയാണ്, ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക, യേശു നിങ്ങളെ വിളിക്കുന്നു. പ്രിയമുള്ളവരെ, അവന് പ്രത്യാശ കിട്ടുന്ന, അവൻ്റെ ഉള്ളിലുള്ള ഉത്കണ്ഠകളും ഭാരങ്ങളും നിരാശകളും എല്ലാം വിട്ടുമാറിപ്പോകുന്ന 3 വാക്കുകളാണ് ഈ ശിഷ്യന്മാര് ബർത്തിമീസിനെ നോക്കി പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, ധൈര്യമായിരിക്കുക. നമുക്ക് ധൈര്യം നൽകുന്ന കർത്താവ്, നിങ്ങൾ എത്ര തളർന്നവരായിക്കോട്ടെ, എത്ര അന്ധതയിലായിക്കോട്ടെ, മുന്നോട്ട് പോകാൻ വെളിച്ചം കാണാതെ അന്ധകാരത്തിൽ കഴിയുന്ന അവസ്ഥയിലായിരിക്കാം, മുന്നോട്ടൊരു കാല് മുന്നോട്ട് വെക്കാൻ പറ്റാത്ത വിധത്തിൽ വഴി മുട്ടി നിൽക്കുന്ന അവസ്ഥയായിരിക്കാം, ചോദ്യചിഹ്നം മാത്രമായിരിക്കാം നിങ്ങളുടെ മുൻപിലുള്ളത്, പ്രതീക്ഷയ്ക്ക് ഒരു സാധ്യതയുമില്ലാതിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം നിങ്ങളിപ്പോൾ. നാളെ ഞാൻ എന്തു ചെയ്യും? എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട്, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട്, എൻ്റെ രോഗവുമായി ബന്ധപ്പെട്ട്, എൻ്റെ സാമ്പത്തികമായ ആ മേഖലയിൽ നാളത്തേക്കുള്ള കാര്യം പോലും ക്രമീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കുമ്പിട്ട് താടിക്ക് കൈയും കൊടുത്ത് നിരാശരായിരിക്കുന്ന എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സദ്വാർത്തയുണ്ട്. ദൈവത്തിൻ്റെ, യേശുവിൻ്റെ ഒരു സ്വരം നിങ്ങൾക്കുണ്ട്. യേശുവിന് ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. എന്താണ്? ധൈര്യമായിരിക്കുക. ധൈര്യമായിരിക്കുക പ്രിയ സഹോദര. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ധൈര്യം പകർന്നു കൊടുക്കണം. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ധൈര്യം പകർന്നു കൊടുക്കണം. നിരാശയിൽ കൂപ്പുകുത്തി നിൽക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ധൈര്യം കൊടുക്കുന്നവരായി മാറുക. കൂടെയുള്ള സ്നേഹിതർക്ക്, ശുശ്രൂഷ ചെയ്യുന്ന സഹപ്രവർത്തകർക്ക് എപ്പോഴും അവരെ ധൈര്യം കൊടുത്ത് എൻകറേജ് ചെയ്യുന്നവരായി നിങ്ങൾ മാറേണ്ടവരാണ്. അതൊരു വലിയൊരു ശുശ്രൂഷയാണ് പ്രിയമുള്ളവരെ. ഇതാ നിരാശയിൽ, ദുഃഖത്തിൽ, അല്ലെങ്കിൽ അന്ധതയിൽ കഴിഞ്ഞ, അന്ധനായി കഴിഞ്ഞ അവന് കിട്ടിയ ആദ്യത്തെ ദൈവത്തിൻ്റെ സന്ദേശം നീ ധൈര്യമായിരിക്കുക എന്നുള്ളത്. രണ്ടാമതൊരു കാര്യം കൂടി ശിഷ്യന്മാർ പറഞ്ഞു, എഴുന്നേൽക്കുക. ഇത് അതിപ്രധാനമായ ഒരു കാര്യമാണ്. നമ്മുടെ അകം വിശ്വാസത്താൽ നിറയണം, ആത്മധൈര്യത്താൽ നിറയണം, പ്രത്യാശ കൊണ്ട് നിറയണം. അകം ബലം പ്രാപിക്കണം. ബലം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇരിക്കാൻ പാടില്ല. എഴുന്നേൽക്കുക. കാരണം അവൻ അന്ധനായ ബർത്തിമേസ്
വഴിയറമ്പിൽ ഏതോ കടത്തിണ്ണയിൽ അവൻ കുത്തിയിരിക്കുക. അവൻ്റെ സ്ഥിരം സീറ്റാത്. താഴെ ഇരുന്നു കൊണ്ടാണ് ഭിക്ഷ എടുക്കുന്നത്. അവനെ നോക്കി ശിഷ്യന്മാർ പറയുക, നീ ഇവിടെ ഇരിക്കേണ്ടവനല്ല, ഇന്നു മുതൽ നീ ഇവിടെ ഇരിക്കേണ്ടവനല്ല, നിനക്കുന്നതമായ ഒരു സ്ഥാനം ദൈവം ഒരുക്കിയിട്ടുണ്ട്, നീ ഇവിടെ ഇരിക്കേണ്ടവനല്ല, ഇന്ന് മുതൽ നീ ഓടിപ്പാഞ്ഞു നടക്കേണ്ടവനാണ്, നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരികയാണ്, നിന്റെ ചരിത്രം മാറാൻ പോകുകയാണ്, പുതിയ ക്രിയകൾ നിനക്ക് വേണ്ടി യേശു ഇന്ന് അത്ഭുതം ചെയ്യാൻ പോകുകയാ. അതുകൊണ്ട് നീ ഇത്രയും നാളും ഇരുന്ന ഈ ചെളിക്കുണ്ടിൽ, ഈ പാപത്തിന്റെ കുടിയിൽ, ഈ വഴിവക്കിൽ നീ ഇനി ഇരിക്കേണ്ടവനല്ല, നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരാൻ പോകുകയാണ്, നീ എഴുന്നേക്ക. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ശബ്ദം കേട്ടാൽ പിന്നീട് നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കരുത്. ഇന്ന് പലരും ധ്യാനം കൂടാൻ പോകും, കൺവെൻഷന് പോകും, തീർത്ഥാടന കേന്ദ്രങ്ങൾ മാറി മാറി പോകുന്നു. എല്ലാ ഭക്ത അനുഷ്ഠാനങ്ങളും മത ആചാര എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ മലയും കയറാൻ പോകും, എല്ലാം ചെയ്യും നമ്മൾ. പക്ഷേ ഇപ്പോഴും നമ്മുടെ സീറ്റിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. പാപികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാത്തവൻ ഭാഗ്യവാൻ എന്ന് സങ്കീർത്തനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക. നമ്മളിതെല്ലാം ആത്മീയ ഭക്ത എല്ലാ കാര്യങ്ങളും ഉള്ളപ്പോൾ തന്നെയും ആ പഴയ പാപത്തിൻ്റെ ആ വഴികൾ നമ്മൾ വിടാറില്ല. പഴയ വഴികൾ തന്നെ, പഴയ പാപം, പഴയ സ്ഥലം, പഴയ കൂട്ടുകാര്, പഴയ മദ്യം, പഴയ സിനിമ, എല്ലാം അത് അതേപടി തന്നെ. ഇതാ 40 ദിവസം അല്ലെങ്കിൽ 50 നോയമ്പ് നമ്മൾ നടത്തി. 50 ദിവസത്തേക്ക് ബലം പിടിച്ച് ചിലരൊക്കെ ഇത് മാറ്റിവെച്ചു. 50 ദിവസം കഴിഞ്ഞപ്പോൾ 50 ദിവസം ഉപേക്ഷിച്ചതല്ല, ഒന്നിച്ച് അങ്ങോട്ട് കുടിച്ചതുപോലെയാണ്, അനുഭവിച്ചതുപോലെയാണ് പലരുടെയും ജീവിതത്തിൽ. ഇതിലൊന്നും ഒരു കാര്യവുമില്ല സഹോദര. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം 50 ദിവസത്തേക്ക് മാത്രം വേണ്ടിയുള്ളതല്ല, ഏതാനും ചില ദിവസങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, ധ്യാനകേന്ദ്രത്തിൽ ഇരിക്കുമ്പോൾ മാത്രമുള്ളതല്ല. യേശുവുമായിട്ടുള്ള ബന്ധം 24 hours, എപ്പോഴും എല്ലാ മണിക്കൂറും ആവശ്യമുള്ളതാണ്. എഴുന്നേൽക്കുക. നീ നിന്റെ പാപത്തിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന്, ദുർനടപ്പിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന്, ആസക്തിയിൽ നിന്ന്, തെറ്റായ ബന്ധങ്ങളിൽ നിന്ന്, അവിഹിത ബന്ധങ്ങളിൽ നിന്ന്, അശ്ലീല സിനിമകളിൽ നിന്ന്, ദുർവാക്കുകൾ, ചീത്ത വാക്കുകൾ പറയുന്ന നിന്റെ സ്വഭാവത്തിൽ നിന്ന്, കൂട്ടുകെട്ടുകളിൽ നിന്ന്, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നീ എഴുന്നേൽക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ നിന്റെ ഭാഗത്തു നിന്ന് ഒരു പരിശ്രമം നിനക്ക് ആവശ്യമാണ്. കർത്താവിൻ്റെ വിടുതൽ വേണമെങ്കിൽ നമുക്ക് എഴുന്നേൽക്കാം പ്രിയമുള്ളവരെ. മൂന്നാമത് ശിഷ്യന്മാരെന്താ പറഞ്ഞത്? യേശു നിന്നെ വിളിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, തിരുവചനത്തിൽ യേശുവിൻ്റെ വിളി കിട്ടിയവരാരും പിന്നീട് അവിടെ ഇരുന്നിട്ടില്ല. ചുങ്ക സ്ഥലത്ത് നിന്നാണ് മത്തായിയെ ദൈവം വിളിച്ചത്. ഒട്ടനെ തന്നെ പെട്ടി മടക്കി അവൻ അവിടെ വെച്ചിട്ട് യേശുവിനെ അനുഗമിച്ചു. പത്രോസിനെ മീൻ പിടിച്ചോണ്ടിരുന്നപ്പോഴാണ് വിളിച്ചത്. ഒട്ടനെ വഞ്ചിയും വലയെല്ലാം മടക്കി വെച്ചിട്ട് ഇതാ യേശുവിനെ അനുഗമിച്ചു. യേശു ആരെയെല്ലാം വിളിച്ചിട്ടുണ്ടോ ആ വിളി കിട്ടിയവരെല്ലാം പിന്നെ നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത് ചിന്തിച്ചില്ല, വരും വരായികൾ നോക്കിയില്ല. ഉടനെ യേശുവിനെ അനുസരിച്ചവരെല്ലാം അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. അനുസരിച്ചവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. യെസ്, ഇന്ന് നിങ്ങളെയും കർത്താവ് വിളിക്കുന്നുണ്ട്. നീ ഏത് സാഹചര്യം ആയിക്കോട്ടെ, എത്ര പഴയ സ്വഭാവമായിക്കോട്ടെ, സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും യേശുവാണ് നിന്നെ വിളിക്കുന്നതെങ്കിൽ യേശുവിന് നിന്നെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. നിന്നെ പണിതെടുത്തോളും അവൻ. നിന്നെ അവൻ പണിയും. പണിതാൽ നീ മൂലക്കല്ലായി മാറ്റപ്പെടും. ഹല്ലേലൂയാ. യേശു നിന്നെ വിളിക്കുന്നു. ഈ ശബ്ദം കേട്ട ഉടനെ
ബർത്തിമീസ് എന്ത് ചെയ്തു? അവൻ ചാടി എഴുന്നേറ്റു. ദൈവസ്വരം കേട്ടാൽ പിന്നെ പാപത്തിൽ ഇരിക്കരുത് സഹോദര. പാപത്തിന്റെ സുഖം തലോടി അത് അനുഭവിച്ച് ഇരിക്കരുത്. ഇന്ന് പല യുവജനങ്ങളും പറയുന്നതാ, 10-60 വയസ്സാകട്ടെ, റിട്ടയർഡ് ആകട്ടെ, ചാകാറാകുമ്പോ വേറെ ഇനി വേറെ പരിപാടിക്കൊന്നും പോകാൻ പറ്റാതെ വരുമ്പോൾ അന്നേരം ധ്യാനമൊക്കെ കൂടി എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥനയും കൊന്തയൊക്കെ ആയിട്ട് അങ്ങ് കഴിയാം. ഇന്നിപ്പോൾ ഓടി നടക്കേണ്ട പ്രായമല്ലേ? ഇന്ന് ലോകത്തിൻ്റെ സുഖങ്ങളൊക്കെ അനുഭവിക്കേണ്ട സമയമല്ലേ? ഇന്നിപ്പം പ്രാർത്ഥനയായിട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഒരു കെട്ടുപാടായി മാറും, സ്വാതന്ത്ര്യമില്ലായ്മയായി മാറും എന്നാ ധരിച്ചു വച്ചിരിക്കുന്നത്. പിന്നെ ആട്ടെ, ഇന്ന് പലരുടെയും കാഴ്ചപ്പാടുകളിതാ, പിന്നെ ആട്ടെ, നാളെ ആട്ടെ, പ്രായമാകട്ടെ, ചാകാറാകട്ടെ. അല്ല, യേശുവിൻ്റെ സ്വരം കേട്ടാൽ ഉടനെ നീ അനുസരിക്കാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്തു? ചാടി എഴുന്നേറ്റു. ബർത്തിമീസ് ചെയ്ത മറ്റൊരു കാര്യം എന്താ? അവന്റെ പുറംകുപ്പായം അവൻ വലിച്ചെറിഞ്ഞു. പുറംകുപ്പായം എപ്പോഴും അവരുടെയൊക്കെ ഐഡന്റിറ്റിയാണ്, ഐഡന്റിറ്റി കാണിക്കുന്ന ഒരു വസ്ത്രമാണുള്ളത്. മാത്രമല്ല, ഈ പുറംകുപ്പായം എപ്പോഴും ചെളി പിടിച്ചത്, അഴുക്ക് പിടിച്ച, ചെളി പിടിച്ച, കാണുന്നിടത്തെല്ലാം കിടക്കുക, ഇരിക്കുക. അപ്പൊ അവിടുത്തെ അഴുക്കളെല്ലാം ഈ ദേഹത്ത് പറ്റിയിട്ടുണ്ട്. ഈ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ചിലപ്പോൾ ഈ ഭിക്ഷക്കാർ മാറിയേല, പുതിയ ഒരെണ്ണം കിട്ടിയാൽ കിടക്കുന്നതിന് പുറത്തേക്ക് വീണ്ടും അങ്ങ് ഇട്ടേക്കും. അത് മറ്റതുമായിട്ട് ഒട്ടി ചെളി പിടിച്ച് അഴുക്ക് പിടിച്ച് ഇങ്ങനെ പലത് ഇട്ടുകൊണ്ട് നടക്കുന്ന ഭിക്ഷക്കാരുണ്ട്. ഒരിക്കലും മാറിയല്ല, കിട്ടുന്നതിന് പുറത്തിട്ടുണ്ടിരിക്കും. എന്തൊരു നാറ്റുമായിരിക്കാം. ഇങ്ങനെ നാറിയ, ചെളി പിടിച്ച, അഴുക്ക് പിടിച്ച അവന്റെ പുറംകുപ്പായം ബൈബിൾ പറയുന്നു അവൻ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അവൻ യേശുവിൻ്റെ അടുക്കലേക്ക് കുതിച്ചു ചാടി. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ മനുഷ്യൻ, ഈ പാവപ്പെട്ട മനുഷ്യൻ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നീ യേശുവിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ പാപവുമായിട്ട് വരരുത്. യേശു വിശുദ്ധനാണ്. നിന്റെ പാപം നീ വലിച്ചെറി. പാപവും അതിൻ്റെ സുഖങ്ങളും താല്പര്യങ്ങളും ലോകവും ലോകത്തോടുള്ള ആസക്തികളും പണം, ജോലി, സമ്പത്ത്, ഇതൊക്കെ ലോകമാണ്, ഇതൊക്കെ പാപമാണ്. ഇതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് യേശുവേ എന്നെ അനുഗ്രഹിക്കണമേ, യേശുവും വേണം, ലോകവും വേണം, യേശുവും വേണം, പാപവും വേണം, സുഖവും വേണം, നടക്കുകയില്ല. വഴിയറമ്പിലിരുന്ന ഈ അന്ധനായ വ്യക്തി നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അവൻ തൻ്റെ പുറംകുപ്പായം, അഴുക്കിൻ്റെ പ്രതീകമായ, പാപത്തിൻ്റെ പ്രതീകമായ, അശുദ്ധിയുടെ പ്രതീകമായ പുറംകുപ്പായം ദൂരേക്ക്, താഴെയല്ലിട്ട ദൂരേക്ക്, എത്രമാത്രം ദൂരേക്ക് വലിച്ചെറിയാവോ അത്രയും വലിച്ചെറിഞ്ഞിട്ട് യേശുവിൻ്റെ പക്കലേക്ക് എങ്ങനെ നടന്നല്ല, അവൻ കുതിച്ചു ചാടി. പ്രിയമുള്ളവരെ, ശുശ്രൂഷയിൽ, അഭിഷേകത്തിൽ, വിശുദ്ധിയിൽ, വിശ്വാസത്തിൽ നിങ്ങൾക്കൊരു കുതിച്ചു ചാട്ടം, ഒരു കുതിപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ പാപത്തെ വലിച്ചെറിയണം. യേശുവിൻ്റെ അടുക്കിലേക്ക് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുക്കൽ ചെന്ന ഈ ബർത്തിമീസിനോട് യേശു ചോദിക്കുക, ബർത്തിമീസേ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? പറയുക. ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത്? നീ പറയുക. ഇങ്ങനെ യേശു പറയുമ്പോൾ നമുക്കങ്ങനെ അതിനെ അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റാത്തതുപോലെ നമുക്ക് തോന്നാറുണ്ട്. കാരണം ഇവന് കണ്ണ് കാണാൻ പാടില്ല. യേശുവിൻ്റെ മുമ്പിൽ കണ്ണു രണ്ടും പൊട്ടക്കണ്ണനായിട്ട് കണ്ണടഞ്ഞ് ഇങ്ങനെ തപ്പിത്തടഞ്ഞാ വന്നിരിക്കുന്നത്. അവൻ്റെ കയ്യെ പിടിച്ചോണ്ടാ ശിഷ്യന്മാർ വന്നത്. ഇവൻ നിലവിളിച്ചതും ഇതിനു വേണ്ടിയിട്ടാണെന്ന് യേശുവിന് അറിയാം. എന്നിട്ട് ഈശോ അവനോട് ചോദിക്കുക, ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തു തരേണ്ടത്? പറഞ്ഞേ. അതെന്തിനാ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? സൗഖ്യം കൊടുത്താൽ പോരെ എന്ന് നമ്മൾ ചിന്തിച്ചു പോകാം. എന്നാൽ യേശു ഇതിനകത്തൂടെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. അവൻ ആദ്യമേ നിലവിളിക്കുക മാത്രമാണ് ചെയ്തത്. എന്തിനു വേണ്ടിയാ, എന്താണ് യേശുവിന് ചെയ്തു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, നാം ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നിലവിളിക്കുന്നതിനുപരിയായി ദൈവം നമുക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത് എന്ന്
വ്യക്തതയോടെ നമ്മൾ ദൈവത്തോട് പറയണമെന്ന് പ്രിയമുള്ളവരെ ദൈവം ആഗ്രഹിക്കുന്നു. വ്യക്തതയോടെ നമ്മുടെ ആവശ്യം റിയലായിട്ട് നമ്മുടെ കാര്യം എന്താണ് നടക്കേണ്ടത്, എന്താണ് ലഭിക്കേണ്ടത്, സംഭവിക്കേണ്ടത്, നമ്മുടെ ആവശ്യം നമ്മൾ വ്യക്തതയോടെ ദൈവത്തോട് ദൈവത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കണം, പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കാണാൻ ബർത്തിമേസ് അതുവരെ നിലവിളിച്ചു, അയ്യോ ഭാവേ യേശുവേ കരുണ തോന്നണമേ എന്നൊക്കെ നിലവിളിച്ചു. അതുകൊണ്ടാണ് യേശു ചോദിച്ചത്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം, അത് പറ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിന് മുമ്പിൽ പറയണം, കർത്താവേ ഇന്ന കാര്യം എൻ്റെ ജീവിതത്തിൽ ചെയ്തു തരണം. നമ്മുടെ വിശ്വാസത്തോടെ നമ്മുടെ വ്യക്തിപരമായതും കുടുംബപരമായുമായ ആവശ്യങ്ങൾ ദൈവത്തിനെ തുറന്ന വ്യക്തതയോടെ പറയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് കേട്ട മാത്രയിൽ ബർത്തിമേസ് പറയുക, കർത്താവേ എൻ്റെ കാഴ്ചശക്തി എനിക്ക് തിരിച്ചു കിട്ടണമേ, എനിക്ക് തിരിച്ചു കിട്ടണം. ഇതിനകത്തൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനിച്ചപ്പോഴേ ഇവൻ അന്ധനായിരുന്നില്ല എന്നുള്ളതാണ്. ജനിച്ചപ്പോഴേ കണ്ണുള്ളവനായിരുന്നു, കാഴ്ചയുണ്ടായിരുന്നു. ബാല്യത്തിലൊക്കെ ഒരുപക്ഷെ അവൻ അപ്പനെ അമ്മയും നാട്ടുകാരെയും വീട്ടുകാരെയും ലോകവും ലോകത്തിൻ്റെ സൗന്ദര്യങ്ങളും കാഴ്ചകളും വെളിച്ചവും എല്ലാം അവൻ കണ്ടവനാണ്. വളർച്ചയുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഏതോ കാരണം എന്തു ആയിക്കോട്ടെ അവൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയി, അന്ധനായി മാറി. അതുകൊണ്ടാണ് ബർത്തിമേസ് പറഞ്ഞത്, എനിക്ക് കാഴ്ചശക്തി വീണ്ടും കിട്ടണം. വീണ്ടും കിട്ടണം എന്ന് പറയുമ്പോൾ ഒരിക്കൽ കിട്ടിയിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടു പോയതിനെ രണ്ടാമതും കിട്ടുന്നതിനെയാണ് പറയുന്നത് വീണ്ടും കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കാഴ്ചശക്തി എനിക്ക് വീണ്ടും കിട്ടണമെന്ന് ബർത്തിമേസ് പറയുക. പ്രൈസ് ദി ലോർഡ്. ഇത് കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്നേഹിതരെ, ഒരിക്കൽ ഉണ്ടായിരുന്നതും ഇപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതുമായ ആത്മീയ ചൈതന്യം, കൃപ, അഭിഷേകം, പ്രാർത്ഥനാ ചൈതന്യം, വിശുദ്ധി, വിശ്വാസം എല്ലാം നിങ്ങൾക്ക് വീണ്ടും മടക്കി കിട്ടുവാൻ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അവൻ മടക്കി തരും. യെസ്, പ്രൈസ് ദി ലോർഡ്. വ്യക്തമായിട്ട് പറ. വിശുദ്ധി നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് ഞാൻ കഴിയുന്നതെങ്കിൽ, കുറ്റബോധത്തിലാണ് കഴിയുന്നെങ്കിൽ, സന്തോഷം, സമാധാനം, ആനന്ദം അതെല്ലാം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, ഇന്ന് നിരാശയിലും ദുഃഖത്തിലുമാണ് ഞാൻ കഴിയുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, എന്തു തന്നെ ആയിക്കോട്ടെ, നീ ഇനി നഷ്ടബോധത്തിൽ കഴിയേണ്ട ആവശ്യമില്ല, നിരാശയിൽ കഴിയേണ്ട ആവശ്യമില്ല. നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടും തരുവാൻ, മടക്കി തരാൻ കഴിവുള്ള ഒരു വലിയവനായ ദൈവം നമുക്കുണ്ട്. അവൻ വേറെ എങ്ങുമല്ല, നിന്റെ മുൻപിലുണ്ട്. നിന്റെ കാഴ്ചശക്തി എനിക്ക് വീണ്ടും കിട്ടണമേ, വീണ്ടും തരാൻ കഴിവുള്ള ഒരു കർത്താവിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം പോലെ നിനക്ക് സംഭവിക്കട്ടെ. തൽക്ഷണം അവൻ കാഴ്ചശക്തി കിട്ടി, രണ്ട് കണ്ണും തുറക്കപ്പെട്ടവനായി, സൗഖ്യം പ്രാപിച്ചവനായി അവൻ മടങ്ങി എന്ന് ബൈബിൾ പറയുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്ന പ്രിയമുള്ളവരെ, ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അല്പസ്വല്പം സൗഖ്യം കിട്ടുമായിരിക്കാം എന്ന് വിശ്വസിച്ചാൽ അങ്ങനെ സംഭവിക്കുള്ളൂ. ഒരു കണ്ണ് സൗഖ്യം കിട്ടുമായിരിക്കാം എന്നാ നീ വിശ്വസിക്കുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കുള്ളൂ. ഒരു കാതിൻ്റെ അസുഖം മാറുമായിരിക്കാം എന്നാ കരുതുന്നെങ്കിൽ അങ്ങനെ സൗഖ്യം കിട്ടുള്ളൂ. അല്പസ്വല്പം കടബാധ്യത മാറുമായിരിക്കാം എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അങ്ങനെ സംഭവിക്കൂ. നിന്റെ വിശ്വാസം പോലെ മാത്രമേ നിന്നെ സംഭവിക്കൂ. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ വലിയൊരു വിശ്വാസം, 100% വിശ്വാസം, പൂർണ്ണമായ ഒരു വിട്ടുതൽ കിട്ടുമെന്നാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ ആ വിശ്വസിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കും. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും എഴുന്നേറ്റ് നിൽക്കുക. കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ, ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. ഇരു കരങ്ങളെയും യേശുവിൻ്റെ പക്കലേക്ക് നമുക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒഴുകട്ടെ ഒഴുകട്ടെ ഒഴുകട്ടെ. ദൈവിക ശക്തിയുടെ അഭിഷേകം ഞങ്ങൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ പാപങ്ങളെയും പാപത്തിൻ്റെ കുപ്പായങ്ങൾ വലിച്ചെറിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പാപത്തിൻ്റെ പ്രവൃത്തികളും ദുശീലങ്ങൾ ലോകമോഹങ്ങൾ ജഡിക താല്പര്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വലിച്ചെറിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പാപത്തിന് വിട്ടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അശുദ്ധിയും ചാടി എഴുന്നേൽക്കുവാൻ നിന്നിലേക്ക് കടന്നു വരുവാൻ വിളിക്കുവാനുള്ള അഭിഷേകത്താൽ ഇവർ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിങ്ങളുടെ വിശ്വാസത്തെ അങ്ങ് വർദ്ധിപ്പിക്കണമേ. വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ കർത്താവേ. വിശ്വാസത്തിന് വരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവെ തകർച്ചയിലൂടെ പോകുന്ന മക്കളെ, കരയുന്ന മക്കളെ, കുടുംബ ഭാരമോർത്തുകൊണ്ട് വേദനയിലൂടെ പോകുന്ന മക്കളെ ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ നീ തൊടണമേ, നീ സ്പർശിക്കണമേ. കൃപയൊഴുകട്ടെ, കണ്ണുനീര് മാറട്ടെ, വേദന മാറട്ടെ, ദുഃഖങ്ങൾ മാറട്ടെ, അഭിഷേകങ്ങളുടെ മേൽ വ്യാപിക്കട്ടെ. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ. രോഗികൾ മാറാ രോഗങ്ങൾ മാറട്ടെ, ക്യാൻസർ രോഗങ്ങൾ മാറട്ടെ. എല്ലാ മാറാ രോഗങ്ങളും പാരമ്പര്യ ശാപങ്ങളും യേശു നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ചിന്തിയ കുഞ്ഞാടിൻ്റെ രക്തം ഈ മക്കളുടെ മേൽ തളിക്കുന്നു. എല്ലാ മക്കളുടെ മേൽ തളിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ. ആത്മാവിൻ്റെ ശക്തി അഭിഷേകം ഈ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. വിശ്വാസത്താൽ ഇവരെ നിറയ്ക്കണമേ. നഷ്ടപ്പെട്ടതെല്ലാം നീ ഇപ്പോൾ തന്നെ ഇവരിലേക്ക് മടക്കി കൊടുക്കണമേ. നഷ്ടപ്പെട്ടതെല്ലാം ഇവരിലേക്ക് മടങ്ങി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ യോഗ്യതയാൽ അഭിഷേകം, ഉയർച്ച, സന്തോഷം, സമാധാനം, ഐശ്വര്യം എല്ലാവരുടെ മേലെ കടന്നു വരട്ടെ. കൃപയൊഴുകട്ടെ. സ്നേഹം, ക്ഷമ, സന്തോഷം, സമാധാനം കൊണ്ട് നിറയട്ടെ 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 നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ മാതാവേ, പ്രത്യേകമായി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ വലിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ